Hello aspirants, welcome to Visham Academy. Internal Security in the Arunachal Pradesh portion in the video topic. Arunachal Pradesh, the only case of indigenous insurgency movement in Arunachal Pradesh was the rise of Arunachal Dragon Force, that is ADF, which was rechristened as East India Liberation Front in 2001. അപ്പോൾ ഒരൊറ്റ ഇൻഡിജിനസ് ഇൻസർജൻസി മൂവ്മെൻറ്റ് APയിൽ ഏതാണെന്ന് വെച്ചാൽ അരുണാചൽ ഡ്രാഗൺ ഫോഴ്സ് ആണ്. അത് റീനെയിം ചെയ്ത് അല്ലെങ്കിൽ ഒരു പുതുക്കിയ പേര് 2001 പുതുക്കിയ പേര് ഈസ്റ്റ് ഇന്ത്യ ലിബറേഷൻ ഫ്രണ്ട് എന്നാണ്. The outfit remained active in Lohit district before being neutralized by the state police force. അപ്പോൾ ന്യൂട്രലൈസ് മീൻസ് മേക്കിംഗ് ഇൻഎഫക്റ്റീവ്, ഉപയോഗപ്രദമല്ലാണ്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആകാത്ത ഒരു കണ്ടീഷനിലുള്ളതാണ് ന്യൂട്രലൈസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റ് പോലീസ് ഓഫീസ് അത് ന്യൂട്രലൈസ് ചെയ്യുന്ന മുന്നേ വരെ അതിൻ്റെ ഔട്ട്ഫിറ്റ് ലോഹിത് ഡിസ്ട്രിക്റ്റിൽ ആക്റ്റീവ് ആയിക്കൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. ദ വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് ജോഗ്രഫിക്കൽ കണ്ടിഗ്യൂറ്റി വിത്ത് Myanmar and ethnic similarities among the residents in the some of AP's districts with the locals in Nagaland has been the reason why insurgent outfits from Assam and Nagaland have exploited the state of their activities. അപ്പോൾ ആസാമും നാഗാലാൻഡും ആ അരുണാചൽ പ്രദേശിലുള്ള സ്റ്റേറ്റിലുള്ള ആക്ടിവിറ്റീസിനെ എക്സിക്യൂഷൻ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു ഇൻസർജൻ ഔട്ട്ഫിറ്റ്സ് ആസാമിൽ നിന്നും നാഗാലാൻഡിൽ നിന്നും. മാത്രമല്ല വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ്, അതായത് ജോഗ്രഫിക്കൽ കണ്ടിഗ്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള ജോഗ്രഫിക്കൽ കണ്ടിഗ്യൂറ്റി മീൻസ് തുടർച്ച. അപ്പോൾ ഈ APയുടെ തുടർച്ചയായിട്ടുള്ള മ്യാൻമാറുമായിട്ടാണ് അവർ ജോഗ്രഫിക്കൽ ഇത് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ എത്നിക് സിമിലാരിറ്റീസ്, ഈ AP ഡിസ്ട്രിക്റ്റിൻ്റെ സൈഡിൽ ഈ ലോക്കൽസ് നാഗാലാൻഡ് ലോക്കൽസും ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ് എന്ന് ഇൻസർജൻ ഗ്രൂപ്പ് ഔട്ട്ഫിറ്റ്സ് ഉണ്ടാകുന്നതിൻ്റെ റീസൺ ഇതാണ്. വെറൈറ്റി ഓഫ് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ആൻഡ് മോറോവർ ആസാം നാഗാലാൻഡിൽ നിന്നുള്ള ഇൻസർജൻ ഔട്ട്ഫിറ്റ്സ് അവരും ഈ അരുണാചൽ പ്രദേശിൻ്റെ അവിടുത്തെ ആക്ടിവിറ്റീസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇൻഡിജീനിയസ് ഗ്രൂപ്പ് NLCT, ദാറ്റ് ഈസ് നാഷണൽ ലിബറേഷൻ കൗൺസിൽ ഓഫ് താനിലാൻഡ്, ഇത് ഫോം ചെയ്തിട്ടുള്ളത് മാംഗ്ലോയിഡ്സ് ആണ്. Active along the Assam-Andhra Pradesh border and its members, ഇത് ആക്റ്റീവ് ആയിട്ടുള്ളത് ആസാം അരുണാചൽ പ്രദേശ് ബോർഡറിലാണ്. And the members belong to Thani group of people which is demanding Thani land. അപ്പോൾ അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് താനി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. താനി ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് ഒരു മാംഗ്ലോയിഡ് പീപ്പിൾ ആണ്. അവർ ഡിഫറെൻറ്റ് ട്രൈബൽ ഗ്രൂപ്പാണ്. അത് അരുണാചൽ പ്രദേശിലാണ് കാണപ്പെടുന്നത്. അവർ സെപ്പറേറ്റ് ആയിട്ടുള്ള താനി ലാൻഡ് വേണം എന്നാണ് അവരുടെ ഡിമാൻഡ്. ഇതിൻ്റെ സൊല്യൂഷനായിട്ട് ഇൻ 21st century there has been policy makers and economists of the region that the main stumbling block for economic development of northeastern region is the disadvantageous geographical location. അപ്പോൾ 21st centuryയിൽ പോളിസി മേക്കേഴ്സും എക്കണോമിസ്റ്റും അവർ ഏത് റീജിയനിലാണ് ഫോക്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസഡ്വാൻറ്റേജസ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇടർച്ച സംഭവിച്ച നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആൻഡ് ദ ഡിസഡ്വാൻറ്റേജസ് ജോഗ്രഫിക്കൽ ലൊക്കേഷനിലാണ് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 98% ഓഫ് ഇറ്റ്സ് ബോർഡർ വിത്ത് ചൈന, മ്യാൻമാർ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ. അപ്പോൾ 98% അരുണാചൽ പ്രദേശ് 98% ബോർഡറും ചൈന, മ്യാൻമാർ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, നേപ്പാളിലാണ് ഷെയർ ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ അപ്പിയേഴ്സ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ അപ്പിയേഴ്സ് ടു ഹാവ് ബെറ്റർ സ്കോപ്പ് ഫോർ ഡെവലപ്മെൻറ്റ് ഇൻ എറ ഓഫ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ്റെ ആ പീരിയഡിൽ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഒരു ബെറ്റർ സ്കോപ്പ് ഫോർ ഡെവലപ്മെൻ്റ് ആണ് കാഴ്ചവെച്ചത്. As a result, new policy developed among intellectuals and politicians that one direction in northeastern region must be looking to as a new way of development lies with political integration with rest of India and economic integration with rest of East Asia and Southeast Asia particularly. അപ്പോൾ ഒരു ന്യൂ പോളിസി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ്റലക്ച്വൽസും പൊളിറ്റീഷ്യൻസും കൂടിയിട്ട്. ഇൻ്റലക്ച്വൽസ് മീൻസ് ബുദ്ധിജീവികൾ എന്നാണ് മീനിങ്. അപ്പോൾ ഇൻ്റലക്ച്വൽസും പൊളിറ്റീഷ്യൻസും കൂടിയിട്ട് ഒരു ന്യൂ പോളിസി ഡെവലപ്പ് ചെയ്തു. അതിൽ അതായത് വൺ ഡയറക്ഷൻ നോർത്ത് ഈസ്റ്റ്
region must be. ഒരു ഡയറക്ഷൻ ന്യൂ വേ ഓഫ് ഡെവലപ്മെൻറ്റ്, അത് പൊളിറ്റിക്കൽ ഇൻ്റഗ്രേഷൻ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും വൺ വേ ഓഫ് ഡെവലപ്മെൻറ്റ്. ആൻഡ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് റെസ്റ്റ് ഓഫ് ഈസ്റ്റ് ഏഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുമായിരിക്കും. ആസ് എ പോളിസി ഓഫ് economic integration with rest of India did not yield with much difference with the development of new policy. അപ്പോൾ ഈ പോളിസി ഓഫ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ ഇന്ത്യയിലുള്ള റെസ്റ്റ് പോർഷനിൽ ഈൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത്രത്തോളം ഈൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വിത്ത് ന്യൂ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ പോളിസി എന്നാണ് പറയുന്നത്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത് കാരണം ഡയറക്റ്റഡ് ഇറ്റ്സ് ലുക്ക് ഈസ്റ്റ് പോളിസി ടുവേർഡ്സ് ഡെവലപ്പിംഗ് ദ നോർത്ത് ഈസ്റ്റ് റീജിയൻ. അപ്പോൾ ഗവൺമെൻറ് നോർത്ത് ഈസ്റ്റേൺ റീജിയനിലേക്ക് ഒരു പുതിയ പോളിസി കൊണ്ടുവന്നു, അതാണ് ലുക്ക് ഈസ്റ്റ് പോളിസി. ലുക്ക് ഈസ്റ്റ് പോളിസി പറഞ്ഞാൽ ഈ ഇന്ത്യൻ ഗവൺമെൻറ് മെയ്ഡ് ചെയ്യുന്ന ഒരു എഫേർട്ടാണ് ടു കൾട്ടിവേറ്റ് and strengthen the economic and strategic relationships with the nations of Southeast Asia in order to solidify its standing as regional power. So Southeast Asia ഉള്ള നേഷൻസുമായിട്ട് ഒരു സ്ട്രോങ് റിലേഷൻ കൾട്ടിവേറ്റ് ചെയ്യാനും എക്കണോമിക് സ്ട്രെങ്തൻ ചെയ്യാനും വേണ്ടിയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് മെയ്ഡ് ചെയ്ത ഒരു പോളിസിയാണ് ലുക്ക് ഈസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, with even the international giant economics like China and Japan showing keen interest in the region is imperative. Imperative means അനിവാര്യമാണ് എന്നാണ്. അപ്പോൾ ജയൻറ്റ് എക്കണോമിക്സ് പോലുള്ള ചൈന, ജപ്പാൻ അവരൊക്കെ നല്ല ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എക്കണോമിക് ഇൻ്റഗ്രേഷൻ ഇൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയും ഈസ്റ്റ് ഏഷ്യയുമായിട്ടുള്ള എക്കണോമിക് ഇൻ്റഗ്രേഷൻ സ്മൂത്ത് ആയിട്ടാണ് പോയിക്കൊണ്ടുണ്ടായിരുന്നത്. So obviously they show a keen interest in that region. Importantly, this region is not only endowed with natural resources but also the political advantage of bright human resources. അപ്പോൾ ആ റീജിയനിൽ നാച്ചുറൽ റിസോഴ്സസിന് മാത്രമല്ല അവർ അംഗീകരിച്ചത്, പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് ഹ്യൂമൻ റിസോഴ്സുമായിട്ടും അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ സ്ട്രീം ലൈനിങ് ദ ഡെമോഗ്രഫി ഓഫ് ഒപ്റ്റിമം ഓപ്പർച്യൂണിറ്റി വിൽ സെർവ് ബെസ്റ്റ് ഫോർ ദ കൺട്രി. ഈ ഡെമോഗ്രഫി സ്ട്രീം ലൈൻ ചെയ്യുക എന്നുള്ളത് കൺട്രീനെ സെർവ് ചെയ്യാനുള്ളൊരു മികച്ച അവസരമാണ്. അപ്പോൾ ഇത്രയുമാണ് അരുണാചൽ പ്രദേശിൻ്റെ ഇൻ്റർണൽ സെക്യൂരിറ്റി റിലേറ്റഡുള്ള പോർഷൻസ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ആപ്സ്പാനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.